പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ നാടുകളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകൾ നടക്കുകയാണ്. കേരളത്തിലെ ഒരു വിഭാഗം ജനങ്ങൾ നാളെ വോട്ട് ചെയ്യാൻ വേണ്ടി ബൂത്തുകളിലേക്ക് പോവുകയാണ്. അതായത് മലബാർ ഭാഗത്തുള്ള ആളുകളൊക്കെ വരുന്ന വ്യാഴാഴ്ചയാണ് വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. വോട്ട് ചെയ്യാൻ പോകുന്ന ഓരോ ആളുകളും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി നിങ്ങളിലേക്ക് ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. ഇൻഷാല്ലാഹ് അത് ആദ്യം നമുക്ക് കേൾക്കാം. കൂട്ടത്തിൽ നമുക്കൊക്കെ പല അസുഖങ്ങളുണ്ട്, അല്ലെ? രോഗങ്ങളുണ്ട്. പലപ്പോഴും ഡോക്ടർമാർ വരെ കൈയൊഴിയുന്ന രോഗമുണ്ട്. നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോ, ഇനിയിപ്പോ ദൈവത്തോട് പറഞ്ഞോ എന്നൊക്കെ പറയാറുണ്ട്. ഇനി മരുന്നൊന്നും ഫലിക്കുന്നില്ല. അപ്പൊ അങ്ങനെ ഡോക്ടർമാർ വരെ കൈയൊഴിഞ്ഞ പല കേസുകളും വിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്തുണ്ട്. ആ സൂറത്തിന്റെ പേര് സൂറത്തു ദുആ എന്നാണ്. അത്ഭുതങ്ങൾ നിറഞ്ഞ വിശുദ്ധമായ ഖുർആനിലെ സുന്ദരമായ ഒരു സൂറത്താണ് സൂറത്തു ദുആ. അതേതാണ്, അത് എപ്പോൾ ഓതണം, എങ്ങനെ ഓതണം, വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം. അവസാനം വരെ കാണാൻ മറക്കല്ലേ. മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോകരുത്. അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. ഏറ്റവും സ്നേഹബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, ഉമ്മമാരെ, വാപ്പമാരെ, ഇപ്പൊ നമ്മൾ നിലവില് മലയാളികൾ എലക്ഷൻ ചൂടിലാണ്, അല്ലെ? തെരഞ്ഞെടുപ്പിന്റെ തിരക്കിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ഇന്നിപ്പോ തിങ്കളാഴ്ച, നാളെ ചൊവ്വാഴ്ച നമ്മുടെ എറണാകുളം മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലക്കാര് വോട്ട് ചെയ്യുകയാണ്. പിന്നെ വരുന്ന വ്യാഴാഴ്ചയാണ് തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലക്കാരുടെ വോട്ട്. അപ്പോൾ ഇങ്ങനെ വ്യത്യാസം 2 ഘട്ടമായിട്ടാണ് നടക്കുക. എന്തുമാവട്ടെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള 5 വർഷത്തെ കാലാവധി, അല്ലെ, അതിലേക്കുള്ള തിരഞ്ഞെടുപ്പുകൾ നടക്കുകയാണ്. ഇപ്പോൾ ഇന്നലെ നമ്മുടെയൊക്കെ നാടുകളിൽ, അതായത് എറണാകുളം തൊട്ട് തിരുവനന്തപുരം ജില്ല വരെയുള്ള ജില്ലകളിൽ ഇന്നലെ കലാശക്കൊട്ടായിരുന്നു. ഇന്നലെ പാട്ടും മേളവും അതുപോലെ അനൗൺസ്മെന്റും ഒക്കെ ആയിട്ട് നടക്കുന്നു. ഇന്നിപ്പോ ഇവിടെ നിശബ്ദ പ്രചരണമാണ്. നാളെ ഞങ്ങളൊക്കെ വോട്ട് ചെയ്യുമ്പോൾ മലബാർ ഭാഗത്തുള്ള ആളുകൾ, അവർക്ക് നാളെയാണ് കലാശക്കൊട്ട്, പിന്നെ ബുധനാഴ്ച നിശബ്ദ പ്രചരണം, പിന്നെ വ്യാഴാഴ്ചയാണ് അവരുടെ വോട്ട് നടക്കുക. പിന്നെ ഈ വരുന്ന ശനിയാഴ്ച എല്ലാവരുടെയും റിസൾട്ട് വരും. ഏകദേശം 1 ലക്ഷത്തോളം വരുന്ന സ്ഥാനാർത്ഥികളാണ് പല രൂപത്തിൽ പല ഭാവത്തിലൊക്കെ മത്സരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാടിനും നമ്മുടെ രാജ്യത്തിനും നമ്മുടെ സംസ്ഥാനത്തിനൊക്കെ ഗുണകരമാകുന്ന നല്ല ഭരണാധികാരികൾ അല്ലാഹു തആല നമുക്ക് തരുമാറാവട്ടെ. എല്ലാവരും വോട്ട് ചെയ്യണം. വോട്ടുള്ള എല്ലാവരും വോട്ട് ചെയ്യണം. വോട്ട് ചെയ്യാതെ മാറി നിൽക്കരുത്. ഞാനിപ്പോൾ വോട്ട് ചെയ്തില്ലെങ്കിൽ ഇപ്പം എന്താ കുഴപ്പം, ഞാനെന്തിനാ ചെയ്യുന്നത്, അങ്ങനെയൊന്നും നമ്മൾ ചിന്തിച്ച് മാറി നിൽക്കരുത്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നമ്മുടെ ഓരോരുത്തരുടെയും വോട്ട് അത് വളരെ വിലയുള്ളതാണ് എന്ന് മനസ്സിലാക്കുക. വളരെ വിലയുള്ളതാണ്. മാത്രമല്ല, നമ്മുടെ മുസ്ലിമീങ്ങളുടെ വോട്ട് ഛിന്ന ഭിന്നമായി പോകുന്ന ഒരു അവസ്ഥ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. അതായത് ഇപ്പോൾ മുസ്ലിങ്ങൾക്ക് 900 സംഘടനകളാണല്ലോ. ഇഷ്ടംപോലെ രാഷ്ട്രീയ സംഘടനയുണ്ട്, അതല്ലാതെ മതസംഘടനയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സംഘടനകൾ ഇങ്ങനെ ഈ ഇലക്ഷന്റെ സമയത്ത് മുളച്ചു വരും. എന്നിട്ടോ കിട്ടുന്ന ഒരു 10 വോട്ടാണെങ്കിൽ 5 വോട്ട് അവരെടുക്കും. അപ്പം അങ്ങനെ വോട്ടുകൾ വിഭജിച്ചു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. അങ്ങനെയാകുമ്പോൾ ഫാസിസ്റ്റുകൾ അവർക്ക് അത് വളമാവുകയും അവർ മുന്നിലേക്ക് വരികയും ചെയ്യും. ഫാസിസ്റ്റുകൾ വിജയിക്കാൻ അത് കാരണമാണ്. പിന്നെ നമ്മുടെ നാട് കുട്ടിച്ചോറാകുന്ന ഒരു അവസ്ഥയായിരിക്കും. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ സമാധാനം ഉണ്ടാവണം, അതുപോലെ നിർഭയത്വം ഉണ്ടാവണം, അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള വികസനങ്ങളും ഉണ്ടാവണം. അതിന് ഇന്ന ആൾ വന്നാൽ അത് ശരിയാകും എന്നാണെങ്കിൽ അയാൾക്ക് നമ്മൾ വോട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കുടുംബക്കാരോ കൂട്ടുകാരോ ഒക്കെ സ്ഥാനാർത്ഥികളായിട്ടുണ്ടാകും, അവർക്ക് തന്നെ ചെയ്യണം, അങ്ങനെയൊന്നുമില്ല. നമ്മൾ ചിന്തിക്കുക, അവൻ ഇപ്പോൾ ഭരണത്തിലേക്ക് വന്നാൽ, അവൻ വാർഡ് മെമ്പർ ആയാൽ, അല്ലെങ്കിൽ അവൻ ബ്ലോക്കിന്റെ ആളായാൽ, അവൻ കൗൺസിലർ ആയാൽ ഗുണമുണ്ടാകും എങ്കിൽ അയാൾക്ക് വോട്ട് ചെയ്യാം. അല്ലാതെ കാണുന്ന ഒരാൾക്ക് ചുമ്മാ അങ്ങോട്ട് കുത്തിപ്പോവുക, പിന്നെ ചില ആൾക്കാർ നോട്ടടിക്കും, അതായത് ഒരു അഭിപ്രായവുമില്ല, ഞാൻ ആർക്കും വോട്ട് ചെയ്യുന്നില്ല, അതും വെറുതെ ഒരു മണ്ടത്തരമാണ്. അങ്ങനെ ആവരുത്. നമ്മൾ ചെയ്യുന്നൊരു കാര്യം അത് ഗുണപ്രദമാവണം. അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. പിന്നെ ഈ പല സഹോദരിമാരും സഹോദരങ്ങൾക്കും സംശയം ഉണ്ടാകും, നാളെ വോട്ടാണ്, അപ്പോൾ കയ്യിൽ മഷി പുരട്ടാറുണ്ട്, അല്ലേ? അത് വുളു ശരിയാകുമോ, പിന്നെ നിസ്കാരം ശരിയാകുമോ, ജനാബത്ത് കുളി ശരിയാകുമോ, പിന്നെ ഹൈദ് കുളി ശരിയാകുമോ എന്നൊക്കെ പറഞ്ഞ് പല സംശയങ്ങളാണ്. ഒരു കുഴപ്പമില്ല, അത് അവിടെ ഇരുന്നോട്ടെ. നമ്മളിപ്പോൾ അത് നമ്മുടെ കൈവെള്ളയിൽ ഇങ്ങനെ തേക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു ടിഷ്യൂവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പം തന്നെ അത് കളയാം. ഇനി കളഞ്ഞില്ല എന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, അതവിടെ ഇരുന്നോട്ടെ. വോട്ട് ചെയ്തതായിട്ടൊരു അടയാളമാണ്. അതിരുന്നെന്ന് പറഞ്ഞ് ഇപ്പോൾ നമ്മുടെ നിസ്കാരം ശരിയാകും, വുളു ശരിയാകും, പിന്നെ ജനാബത്ത് കുളി ശരിയാകും, വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അത് അവിടെ ഇരുന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം.
അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാട്ടിൽ സമാധാനവും ശാന്തിയും എല്ലാ തരത്തിലുള്ള ഖൈറും ബറക്കത്തും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വോട്ടാണ്, ചിലപ്പോൾ ചില ആൾക്കാർ ജയിക്കും, ചില ആൾക്കാർ തോക്കും, അതൊക്കെ സ്വാഭാവികമാണ്. പിന്നെ ഒരു കുടുംബത്തിലെ ജ്യേഷ്ഠനും അനുജനും ചിലപ്പോൾ 2 പാർട്ടികളിലായിട്ട് മത്സരിക്കുന്നുണ്ടാകും. അപ്പോൾ എന്താണ്, സ്വാഭാവികമാണ് ജയം തോൽവിയൊക്കെ. അതുകൊണ്ട് പരസ്പരം പിണക്കമോ വഴക്കോ അതൊന്നും ഉണ്ടാവാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നമ്മളൊക്കെ ഇനിയും കാണേണ്ടവരാണ്. ആ കാര്യമൊക്കെ ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. നമ്മുടെ വിഷയം അതല്ല. അൽഹംദുലില്ലാഹ് നമ്മളൊക്കെ പരിശുദ്ധമായ ജമാദുൽ ആഖിർ മാസത്തിന്റെ സുന്ദരമായ ഒരു ദിവസത്തിലാണ് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളുമൊക്കെ ഉള്ളത്. ഞാൻ പറയട്ടെ, അതായത് കൊല്ലം ജില്ലയിലെ ഒരു സ്ഥലത്ത് ഒരു സഹോദരി, അവർക്ക് മൊത്തത്തിൽ ന്യൂറോയുടെ പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ അവരുടെ നെഞ്ചിന്റെ ഭാഗത്ത് ഒരു വലിയൊരു സർജറി നടത്താൻ തീരുമാനിച്ചു ഡോക്ടർമാർ. അവരുടെ ഒരു മാറിടത്തിൽ ഒരു ക്യാൻസർ പോലെ ഒരു പ്രയാസം കണ്ടു. അതിൻ്റെ ഒരു ഓപ്പറേഷൻ തീരുമാനിച്ച് അത് എന്താണ്, അടുത്ത ആഴ്ച ഓപ്പറേഷനാണ്. അപ്പം അങ്ങനെ ഈ സഹോദരി ഉസ്താദുമാരെയൊക്കെ വിളിച്ചു, ഉസ്താദ് ദ്വാരക്കണം, അങ്ങനെയാണ് ഇങ്ങനെ ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഏതൊരു ഉസ്താദ് പറഞ്ഞു കൊടുത്തു, നിങ്ങൾ എന്ത് ചെയ്യുക, വിശുദ്ധ ഖുർആനിലെ സൂറത്തു ദുആ ഉണ്ട്, ആ സൂറത്തു ദുആ നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിൽ കരുതി നല്ലവണ്ണം ഓതുക, അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാ ഖൈറാവും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവരെന്ത് ചെയ്തു, സൂറത്തു ദുആ ഇങ്ങനെ ഓതുകയാണ്. അങ്ങനെ ഒരുപാട് വട്ടം അവർ ഓതി നല്ലവണ്ണമൊക്കെ ദുആ ചെയ്തു. എല്ലാം സലാമത്താവാൻ റാഹത്താവാനൊക്കെ വേണ്ടി പോവുകയാണ്. അപ്പോൾ തലേന്നാണ് അവർ ഓപ്പറേഷന് വേണ്ടി അവിടെ ചെല്ലുന്നത്. തലേന്ന് അഡ്മിറ്റ് ആവാൻ വേണ്ടി അങ്ങ് ഹോസ്പിറ്റലിൽ ചെന്നു. അപ്പോൾ ഒരു 2-3 ടെസ്റ്റുകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ ഡോക്ടർമാർ അത്ഭുതപ്പെട്ടു പോയെന്നാണ്. കാരണം കഴിഞ്ഞ ആഴ്ച വരെ ടെസ്റ്റ് ചെയ്തപ്പോൾ ആ നെഞ്ചിന്റെ ഭാഗത്ത് പ്രശ്നം കണ്ടിരുന്നു, ഒരു പ്രയാസം കണ്ടിരുന്നു. പക്ഷേ അവർ ഈ സൂറത്തു ദുആ അതിങ്ങനെ ഒരുപാട് കണ്ട് ഓതി അവർ നല്ലവണ്ണം ദുആ ചെയ്തു. അതിന്റെ ബർക്കത്താവാം, പിന്നെ അള്ളാഹുവിന്റെ തീരുമാനം, അതിന്റെ ഒരു ഖൈറാവാം. ആ ഒരു രോഗമേ ഇല്ലാത്തതായിട്ട് ഡോക്ടർമാർ അത്ഭുതപ്പെട്ടു പോയി. അവർ പറയുന്നു, ഞങ്ങളുടെ ഈ ഒരു മെഡിക്കൽ ലൈഫിൽ ഇങ്ങനെ ഒരു മിറാക്കിൾ സംഭവിച്ചിട്ടില്ല, ഇത് വലിയൊരു മിറാക്കിളാണ് എന്ന ഒരു അത്ഭുതം അവിടെ ഉണ്ടായെന്നാണ് ഇതാ സഹോദരി പറഞ്ഞതാണ്. അപ്പോൾ പറഞ്ഞു വന്നത് സൂറത്തു ദുആ. പലരും ഇപ്പോൾ ഓർക്കുന്നുണ്ടാകും, ഇത് ഏതാണ് ഉസ്താദ് ഈ സൂറത്തു ദുആ? സൂറത്തുൽ ബക്കറായും സൂറത്തുൽ ആലിംറാനും സൂറത്ത് യാസീനും സൂറത്തുൽ ഇഖ്ലാസ് എന്നൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഈ സൂറത്തു ദുആ അതേത് സൂറത്താണ് എന്ന് പലരും ഓർക്കുന്നുണ്ടാകും, ചിന്തിക്കുന്നുണ്ടാകും. വിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്തുണ്ട്. ആ സൂറത്ത് ഭയങ്കര എഫക്റ്റീവായ ഒരു സൂറത്താണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുള്ളവരാണ് അല്ലെ? സാമ്പത്തികമായി ബുദ്ധിമുട്ട് എനിക്കും നിങ്ങൾക്കും ഉണ്ട്. കുടുംബത്തിൽ പല പ്രതിസന്ധികളുമുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. അതുപോലെ തന്നെ നമ്മുടെയൊക്കെ മനസ്സിൽ ഒരുപാട് ഹലാലായ മുറാദുകളുണ്ട്, അതൊക്കെ ഒന്ന് ഹാസലായി കിട്ടണം. ഇങ്ങനെ 100,000 വിഷമങ്ങളും സങ്കടങ്ങളും അതുപോലെ തന്നെ ഒരുപാട് ആഗ്രഹങ്ങളും ഒക്കെ ഉള്ളവരാണ് ഞാനും നിങ്ങളുമൊക്കെ. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാനൊരു കാര്യം പറഞ്ഞു തരാം. സൂറത്തു ദുആ നിങ്ങൾ മുറുകെ പിടിക്കാൻ തയ്യാറാണോ? എങ്കിൽ ഒരുപാട് നേട്ടങ്ങളുണ്ട്. ഇനി സസ്പെൻസ് പൊളിക്കുകയാണ്. സൂറത്തു ദുആ എന്ന് പറഞ്ഞാൽ ഏതാണ്? വിശുദ്ധമായ ഖുർആനിലെ മക്കയിൽ അവതരിച്ച വെറും 7 ആയത്തുകൾ മാത്രമുള്ള ഈ സൂറത്തു ദുആക്ക് വേറെയും ഒരുപാട് പേരുകളുണ്ട്. സൂറത്തു ഷിഫ എന്ന പേരുണ്ട്, അതുപോലെ സൂറത്തുൽ ഹംദ് എന്ന് പേരുണ്ട്, ഉമ്മുൽ കിതാബ് എന്ന് പേരുണ്ട്, അസാസുൽ ഖുർആൻ എന്ന് ഈ സൂറത്തിന് പേരുണ്ട്, സൂറത്തുൽ കാഫിയ എന്ന് ഈ സൂറത്തിന് പേര് പറയും, സൂറത്തുൽ കൻസ് എന്നും ഈ സൂറത്തിന് പേര് പറയും. ഈ സൂറത്തിന്റെ യഥാർത്ഥ പേര് ഉമ്മുൽ ഖുർആൻ സൂറത്തുൽ ഫാത്തിഹ. അയ്യേ, ഫാത്തിഹ സൂറത്താണോ എന്ന് ചിന്തിക്കേണ്ട. കാന്താരിക്ക് എരിവ് കൂടുമെന്ന് പറഞ്ഞതുപോലെ ഈ 7 ആയത്തുണ്ടല്ലോ, സൂറത്തുൽ ഫാത്തിഹയുടെ 7 ആയത്ത് അത് അത്ഭുതങ്ങൾ നിറഞ്ഞ ആയത്തുകളാണ്. ലോകത്തെ മാറ്റിമറിക്കാൻ കെൽപ്പുള്ള ആയത്തുകളാണ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളൊക്കെ നിസ്കാരത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ ഓതിയിട്ടുള്ള ഒരു സൂറത്ത് ചോദിച്ചാൽ അത് സൂറത്തുൽ ഫാത്തിഹ ആയിരിക്കും. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതമൊന്നും നടക്കാറില്ല. എന്താ സംഭവം? നമ്മൾ ഓതേണ്ട രൂപത്തിൽ ഓതുന്നില്ല. സൂറത്തുൽ ഫാത്തിഹ മനസ്സിലാക്കേണ്ട രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നില്ല അല്ലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എത്രയോ ഹദീസുകളാണ് ഈ സൂറത്തുൽ ഫാത്തിഹയുടെ നേട്ടങ്ങളെ പറ്റി. 7 ആയത്താണ് ഈ സൂറത്തിലുള്ളത്, 25 വാക്കുകളാണ് ഈ സൂറത്തിലുള്ളത്, 130 അക്ഷരങ്ങളാണ് ഈ സൂറത്തിലുള്ളത്. ആദ്യമായി ഖുർആനിൽ പൂർണ്ണമായി അവതരിച്ചൊരു സൂറത്ത് അത് സൂറത്തുൽ ഫാത്തിഹയാണ് എന്ന് നമുക്ക് കിതാബുകളിൽ കാണാം. അൽഹംദുലില്ലാഹ്, സൂറത്തുൽ ഫാത്തിഹ മുറുകെ പിടിച്ചോ. ഇത് എത്രയോ നേട്ടങ്ങളാണ്. ഡോക്ടർമാർ വരെ കൈയൊഴിഞ്ഞ, ഇനി അത് പറ്റൂല, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചോ, അങ്ങനെയൊക്കെ പറയാറുണ്ട് ചില ഡോക്ടർമാർ. ഇനിയിപ്പോൾ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചോ, വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോ എന്നൊക്കെ പറയും. അങ്ങനെ നിരാശയോടെ വീട്ടിലേക്ക് വന്ന എത്രയോ രോഗികളാണെന്നറിയോ, വർഷങ്ങളോളം ജീവിക്കുന്നു. സൂറത്തുൽ ഫാത്തിഹയുടെ വല്ലാത്തൊരു പവർ, എത്രയോ ആളുകൾക്ക് അത്ഭുതങ്ങൾ ഉണ്ടാക്കിയ, എത്രയോ ആളുകളുടെ രോഗങ്ങൾക്ക് വേഗത്തിൽ ഷിഫാ കിട്ടിയ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. ഇത് സൂറത്തുൽ ഫാത്തിഹ ഓതേണ്ട രൂപത്തിൽ ഓതിയാൽ അൽഹംദുലില്ലാഹ് വലിയ ഖൈറാൻ. ഇപ്പോൾ ഒരാൾ രോഗിയായാൽ
അയാളുടെ അടുക്കൽ പോയിരുന്ന് നമുക്ക് ഓതാൻ പറ്റുന്ന സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. സുബഹി ബാങ്ക് വിളിച്ച് ഈ സൂറത്തുൽ ഫാത്തിഹ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറാനും നമ്മുടെ രോഗങ്ങൾ ശിഫയാവാനും എല്ലാത്തിനും പറ്റിയ സൂറത്താണ്. ഇത് സുബഹി ബാങ്ക് വിളിച്ചതിന് ശേഷം നമ്മൾ സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം ഉണ്ടല്ലോ, അത് നിസ്കരിക്കാം. എന്നിട്ട് സുബഹിയുടെ ഫർദായ സുബഹി നമസ്കാരം അത് നിസ്കരിക്കുന്നതിന്റെ ഇടയിൽ 41 വട്ടം ഈ സൂറത്തുൽ ഫാത്തിഹ നല്ലവണ്ണം അഊദ് ഉൾപ്പെടെ ആമീൻ വരെ ഓതി നല്ലവണ്ണം ദുആ ചെയ്തിട്ട് സുബഹി നിസ്കരിക്കാം. ഇത് ഒരു തുടർച്ചയായി 7 ദിവസം ചെയ്താൽ മഹത്തുക്കൾ പറയുന്നു എല്ലാ തരത്തിലുള്ള ഇടങ്ങേറും മാറും, ഏത് രോഗവും ശിഫയാവും, നമ്മുടെ അടഞ്ഞുപോയ വാതിലുകൾ തുറന്നു കിട്ടുമെന്നാണ്. സൂറത്തുൽ ഫാത്തിഹ അത്ഭുതമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇമാം ബൈഹഖി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിഹത്തുൽ കിതാബി ശിഫാഉ മിനസ് സുമ്മ. അതായത് വിഷം ശരീരത്തിൽ കയറിയാൽ, അത് പാമ്പാവട്ടെ തേളാവട്ടെ മറ്റ് വിഷങ്ങളാവട്ടെ, അത് ഇല്ലാതാക്കാൻ പറ്റുന്ന ഒരു ഔഷധമാണ് സൂറത്തുൽ ഫാത്തിഹ. യാ റബ്ബ്, വല്ലാത്ത അത്ഭുതമാണ് സൂറത്തുൽ ഫാത്തിഹ. നമ്മൾ എന്ത് ചെയ്യുക? സൂറത്തുൽ ഫാത്തിഹ നിസ്കാരത്തിൽ ഓതുന്നു പോരാ, നിസ്കാരം കഴിഞ്ഞിട്ട് സൂറത്തുൽ ഫാത്തിഹ ഓതണം. സൂറത്തുൽ ഫാത്തിഹ ഒരു വട്ടം ഓത്, സൂറത്തുൽ ഇഖ്ലാസ് ഓത്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് സൂറത്ത്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, അതൊക്കെ ഓതിയിട്ട് നമ്മൾ എന്ത് നമ്മുടെ കൈവെള്ളയിലേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിച്ച് ഊതിയിട്ട് നമ്മുടെ ശരീരം മുഴുവൻ തടവണം. വല്ലാത്ത നേട്ടം കിട്ടും. ഒരാൾ രോഗസന്ദർശനം നടത്തുമ്പോൾ തന്നെ വലിയ പ്രതിഫലമാണ്. ഇപ്പം ഞാൻ ഒരു രോഗിയെ കാണാൻ വേണ്ടി പോകുമ്പോൾ തന്നെ എനിക്ക് പ്രതിഫലം അല്ലാഹു തആല എഴുതുമെന്ന. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ 70,000 മലക്കുകൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യും, ഞാൻ ആ രോഗിയെ കണ്ട് തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് വരുന്നത് വരെ. നബി തങ്ങളുടെ ഹദീസാ. ഒരാൾ രോഗിയുടെ അടുക്കൽ ചെന്നു, എന്നിട്ട് സൂറത്തുൽ ഫാത്തിഹ ഒരു 7 വട്ടം പറ്റുന്നത് പോലെ 7 അല്ലെങ്കിൽ 5 3 വട്ടം ഓതി. എന്നിട്ടോ യാ സലാമു യാ അല്ലാഹ് എന്ന് 121 പ്രാവശ്യം അവൻ പറഞ്ഞു. ഒരാൾ ഒരു രോഗിയുടെ അടുക്കൽ ചെന്നു, ഇപ്പൊ ക്യാൻസർ രോഗമാവട്ടെ, ചെറുതാവട്ടെ വലുതാവട്ടെ, ഒരു രോഗിയുടെ അടുക്കൽ ചെന്നു, എന്നിട്ട് സൂറത്തുൽ ഫാത്തിഹ 7 വട്ടം, അതുപോലെ യാ സലാമു യാ അല്ലാ എന്ന അള്ളാഹുവിന്റെ സുന്ദരമായ ഇസ്മ അത് 121 വട്ടം ഓതി. എന്നിട്ട് ആ രോഗിയെ ഒന്ന് മന്ത്രിച്ചു കഴിഞ്ഞാൽ ഈ രോഗിയുടെ രോഗവും ഈ മന്ത്രിച്ചാളുടെ രോഗവും അല്ലാഹു തആല ശിഫാ കൊടുക്കുമെന്ന് മഹാന്മാരായ ഉലമാക്കൾ അവർ കിതാബുകളിൽ എഴുതി വെക്കുകയാണ്. സൂറത്തുൽ ഫാത്തിഹ അത് വല്ലാത്തൊരു ഔഷധമാണ്. സൂറത്തുൽ ഫാത്തിഹ അതൊരു അത്ഭുതമാണ്. സൂറത്തുൽ ഫാത്തിഹ ഈ ഉമ്മത്തിന് അല്ലാഹു തന്നിട്ടുള്ള ഏറ്റവും വലിയ നിധിയാണ്. സൂറത്തുൽ ഫാത്തിഹ ഇറങ്ങിയപ്പോൾ പിശാച് കരഞ്ഞുകൊണ്ട് ഓടിയെന്നാൽ, ഇബ്ലീസ് പൊട്ടിക്കരഞ്ഞ ചില നിമിഷങ്ങളുണ്ട് അവന്റെ ജീവിതത്തിൽ. അതിൽപ്പെട്ട ഒന്നാണ് അവനെ സ്വർഗത്തിൽ നിന്നും അല്ലാഹു തആല ആട്ടി പുറത്താക്കിയപ്പോൾ, അതുപോലെ അല്ലാഹു തആല അവനെ ശപിച്ചപ്പോൾ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചപ്പോൾ, അതുപോലെ തന്നെ സൂറത്തുൽ ഫാത്തിഹ ഇറങ്ങിയപ്പോൾ പിശാച് ഓടിയെന്നാൽ തലയിൽ മണ്ണ് വാരിയിട്ടിട്ട് ഭയങ്കര വിഷമത്തിൽ സങ്കടത്തിൽ അവനെ അട്ടഹസിച്ചുകൊണ്ട് ഓടിയെന്നാൽ. അപ്പൊ സൂറത്തുൽ ഫാത്തിഹ അത് ഓതുന്നത് പിശാചിന് ഇഷ്ടമല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? പിശാചിന് ഇഷ്ടമല്ലാത്ത സൂറത്തുൽ ഫാത്തിഹ നമ്മൾ ഒരുപാട് കണ്ടു ഓതുക. പിശാചിന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ്. അതുകൊണ്ട് സൂറത്തുൽ ഫാത്തിഹ മുറുകെ പിടിച്ചോ. ഒരു ഹദീസിൽ കാണാം, സൂറത്തുൽ ഫാത്തിഹ അതെന്താണ്? മുൻകഴിഞ്ഞുപോയ വേദഗ്രന്ഥങ്ങൾ തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ, ഖുർആൻ 4 വേദഗ്രന്ഥമാണ്. അപ്പൊ തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ ഈ 3 വേദഗ്രന്ഥങ്ങളിലും കിതാബുകളിലും ഒക്കെ ഉള്ള എല്ലാ കാര്യങ്ങളും സൂറത്തുൽ ഫാത്തിഹയിൽ അല്ലാഹു തആല ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ്. അപ്പൊ അതുകൊണ്ട് സൂറത്തുൽ ഫാത്തിഹ അത് ഓതിയാൽ ഒരുപാട് നേട്ടങ്ങളുണ്ട്, ഒരുപാട് നേട്ടങ്ങൾ. എത്രയോ ഞാൻ ഒരുപാട് ഹദീസുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. മൻ ഖറഅ സൂറത്തുൽ ഫാത്തിഹ, ഒരാൾ സൂറത്തുൽ ഫാത്തിഹ ഓതി, അവനിക്ക് അതിന്റെ അർത്ഥം അറിയില്ല, അതിന്റെ വിശദീകരണം അറിയില്ല, അതിന്റെ ഒന്നും അറിയില്ല, എന്നാൽ ഫകഅന്നമാ ഖറഅ തൗറാത്ത വൽ ഇൻജീല വസ്സബൂറ വൽ ഫുർഖാൻ, അവൻ തൗറാത്തും ഇൻജീലും സബൂറും ഖുർആനും 4 കിതാബുകളും ഓതിയതിന് തുല്യമായ പ്രതിഫലം അല്ലാഹു തആല കൊടുക്കുമെന്നാണ്. വല്ലാത്ത അത്ഭുതം. അപ്പൊ സൂറത്തു ദുആ എൻ്റെ ഉമ്മമാരെ മുറുകെ പിടിച്ചോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്ത് ഒരുപാട് കണ്ട് ഓതാനും അതുവഴി സ്വർഗത്തിൽ കടക്കുന്ന ഭാഗ്യവാന്മാരിൽ പെടാനും പടച്ച റബ്ബ് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് പേര് ദുആരക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദുആരക്കുന്നു. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും ഖൈർ തരട്ടെ, ബറക്കത്ത് തരട്ടെ, സലാമത്ത് തരട്ടെ, എല്ലാവിധ അപകടങ്ങളെ തൊട്ടുള്ള കാവൽ തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.